ഏത് പരിതസ്ഥിതിയിലും താങ്കളുടെ മനസ്സിന് ശരിയും തെറ്റും തിരിച്ചറിയുവാനും ബുദ്ധിക്ക് കൃത്യമായ നിർണയമെടുക്കുവാനും ആവണം. അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ 7 ഗുണങ്ങൾ മാത്രം നമ്മുടെ കർമ്മങ്ങളിലൂടെ കാണാനാകണം. ഇത് സാധ്യമായ കാര്യമാണോ? ഇങ്ങനെ ജീവിക്കാനാവുമോ? നമ്മളിൽ മെജോറിറ്റിയും വളർന്നു വന്ന കാലം ഒന്ന് ഓർത്തു നോക്കൂ. അന്ന് നമ്മുടെ മാതാപിതാക്കൾ ഇരിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇരിക്കും, എഴുന്നേൽക്കാൻ പറഞ്ഞാൽ എഴുന്നേൽക്കും, അല്ലേ? ഇത് കഴിക്കാൻ പറഞ്ഞാൽ അത് തന്നെ കഴിക്കും, ഈ ഡ്രസ്സ് ധരിക്കാൻ പറഞ്ഞാൽ അത് ഇടും, ഈ കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ കോഴ്സ് തന്നെ പഠിക്കും. ആ കാലത്ത് ജനിച്ചു വളർന്നവർ എല്ലാവരും ഒന്ന് ജസ്റ്റ് കൈ ഉയർത്തു. അത് അത്ര പഴയ കാര്യമൊന്നുമല്ല, അല്ലേ? നമ്മുടെ മനസ്സ് എങ്ങനെയുള്ളതാണ്? മനസ്സ് ഒരു കുട്ടിയെ പോലെയാണ്. മനസ്സ് ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാറില്ലേ? അത് ചെയ്യരുത്, ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കരുത്, അങ്ങനെ പറയരുത്, ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞാണ് കുട്ടിയെ അച്ചടക്കം പഠിപ്പിക്കുന്നത്, ഡിസിപ്ലിൻഡ് ആക്കുന്നത്. സ്വന്തം മനസ്സിനെയും അതുപോലെ തന്നെ ഡിസിപ്ലിൻ ചെയ്യണം. മനസ്സ് ഒരു കുട്ടിയാണ്. പുറം ലോകമാണ് നമ്മുടെ ആന്തരിക ലോകത്തെ സൃഷ്ടിക്കുന്നത് എന്നൊരു തെറ്റായ വിശ്വാസത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പുറം ലോകത്ത് ധാരാളം അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലും അതേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും, മുഴുവൻ ദിവസവും ഉണ്ടാകും. അപ്പോഴാണ് നമ്മൾ ലൈഫ് ഈസ് എ റോളർ കോസ്റ്റർ, അല്ലേ, ഇങ്ങനെ പറയാൻ തുടങ്ങുന്നത്. ആളുകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോലെയൊന്നുമല്ല ഉള്ളത്. ആളുകൾ അവരുടെ ഭാവങ്ങൾ, ഉദ്ദേശ്യങ്ങൾ, ഫീലിങ്സ്, ചിന്തകൾ ഇതെല്ലാം എങ്ങനെയാണോ അതുപോലെയാണ് ഉണ്ടാവുക. അവയൊക്കെ അവരുടെ ഉള്ളിൽ കയറി ചെന്ന് നോക്കാൻ നമുക്ക് പറ്റില്ല. പറ്റുമോ? നമുക്ക് ആരുടെയെങ്കിലും മനസ്സ് കാണാൻ കഴിയുമോ? അവരെന്താണോ പറയുന്നത് നമുക്കതേ കാണാൻ കഴിയുകയുള്ളൂ. അവരുടെ ഇൻറ്റൻഷൻസ് കാണാനേ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആളുകളെ തിരിച്ചറിയുക? പറയൂ. നമ്മൾ എങ്ങനെയാണ് ആളുകളെ മനസ്സിലാക്കുക? അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നെങ്ങനെ അറിയും? അവർ സത്യസന്ധരാണോ അല്ലയോ എന്നെങ്ങനെ അറിയുക? പറയുന്നത് സത്യമാണോ നുണയാണോ ഇതെല്ലാം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ആളുകളെ തിരിച്ചറിയാനായി എനിക്ക് അവരുടെ വൈബ്രേഷൻസിനെ അറിയാൻ കഴിയണം. വൈബ്രേഷൻസ് ഫീൽ ചെയ്യാൻ കഴിയണം. താങ്കൾ ആരെയെങ്കിലും കണ്ടുമുട്ടിയാൽ ഉടൻ തന്നെ 1 മിനിറ്റിൽ തന്നെ അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ, സത്യമാണോ നുണയാണോ എന്നത് ഫീൽ ചെയ്യാനാവണം. അവരുടെ വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നതിനായി എനിക്ക് ആദ്യം എൻ്റെ വൈബ്രേഷൻസിൽ കൺട്രോൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ മാത്രമേ എനിക്ക് മറ്റുള്ളവരുടെ വൈബ്രേഷൻസ് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. എനിക്ക് വാക്കുകളെ മാത്രം മനസ്സിലാക്കാനുള്ള കഴിവേ ഉള്ളൂ എങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ മാത്രമേ എനിക്ക് കേൾക്കാനും കഴിയുകയുള്ളൂ. വൈബ്രേഷൻസിൻ്റെ ഭാഗത്തേക്ക് എൻ്റെ ശ്രദ്ധ എത്തില്ല. നമ്മുടെ ബുദ്ധിക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനാവണം. തിരിച്ചറിഞ്ഞ ശേഷം ശരിയായ തീരുമാനങ്ങൾ എടുക്കണം. അതും 1 സെക്കൻഡിനുള്ളിൽ, 1 ഞൊടിക്കുള്ളിൽ ശരിയായ തീരുമാനമെടുക്കാൻ കഴിയണം. ഒട്ടും സമയമെടുക്കേണ്ടി വരരുത്. 3ാമതായി, നമുക്ക് സ്വന്തം സംസ്കാരങ്ങളുടെ മേലും നിയന്ത്രണം ഉണ്ടാവണം. എൻ്റെ സംസ്കാരങ്ങൾ എങ്ങനെയുള്ളവയാണ്? ഇന്ന് രാവിലെ നിങ്ങൾക്ക് ആത്മാവിനെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ലഭിച്ചു, അല്ലേ? ആത്മാവിൻ്റെ ഒറിജിനൽ സംസ്കാരങ്ങൾ അഥവാ ഒറിജിനൽ ക്വാളിറ്റീസ് ഏതെല്ലാമാണ്? പറയൂ. ഒറിജിനൽ നേച്ചർ, ആത്മാവിൻ്റെ തനതായ സ്വഭാവങ്ങൾ ഏതെല്ലാമാണ്? ഹാപ്പിനെസ്, സുഖം, പീസ്, ശാന്തി, ലവ്, പ്രേമം,
ബ്ലിസ്, ആനന്ദം, വിസ്ഡം, ജ്ഞാനം, പവർ, ശക്തി, പ്യൂരിറ്റി, പവിത്രത. ഇവയെല്ലാമാണ് എൻ്റെ തനതായ ഗുണങ്ങൾ. ഇതല്ലാതെയുള്ള ഏതെല്ലാം സംസ്കാരങ്ങളാണ് എനിക്കുള്ളത്? ടെൻഷൻ, ദുഃഖം, വറി, ക്രിറ്റിസിസം, നിന്ദ, ദേഷ്യം, ദുഃഖം, അങ്ങനെ മറ്റൊരു നീണ്ട ലിസ്റ്റും ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ഓരോ സീനിലും ഓരോ സാഹചര്യത്തിലും ഏത് സംസ്കാരമാണ് യൂസ് ചെയ്യേണ്ടത് എന്നത് ഞാൻ നിശ്ചയിക്കണം. ശാന്തമായി ഇരിക്കേണ്ടതായിരുന്നു, പക്ഷേ ദേഷ്യം വന്നുപോയി. സ്റ്റേബിളായി ഇരിക്കേണ്ടതായിരുന്നു, പക്ഷേ ധാരാളം അനാവശ്യ ചിന്തകൾ വന്നു. ധൈര്യത്തോടെ ഇരിക്കണമായിരുന്നു, പക്ഷെ ഞാൻ പേടിച്ചുപോയി. ഇങ്ങനെയൊന്നും പറയേണ്ട അവസ്ഥ വരരുത്. എനിക്കെൻ്റെ സ്വഭാവങ്ങളുടെ മേൽ കൺട്രോൾ ഇല്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. അതായത് എനിക്ക് എൻ്റെ ആന്തരിക ലോകത്ത് ഒരു നിയന്ത്രണവുമില്ല. പുറമേ കാണുന്ന ലോകം നമ്മുടെ കൺട്രോളിലാണോ ഉള്ളത്? അല്ല. ബാഹ്യലോകം നമ്മുടെ നിയന്ത്രണത്തിലല്ല. ആന്തരിക ലോകവും നമ്മുടെ കൺട്രോളിലല്ല. 2 ലോകങ്ങളേ ഉള്ളൂ. ഒന്ന് പുറം ലോകം, രണ്ടാമത്തേത് ആന്തരിക ലോകം. ഇവ രണ്ടും നമ്മുടെ കൺട്രോളിൽ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ കഠിനമാകും. ഇവയിൽ ഒന്നെങ്കിലും നമ്മുടെ കൺട്രോളിലാണെങ്കിൽ ജീവിതം വളരെ സുന്ദരമായി ജീവിക്കാനാവും. 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ പുറം ലോകത്തെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരണം. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. മറിച്ച് ഓരോ ദിവസം കഴിയുന്തോറും പുറമേയുള്ള കാര്യങ്ങൾ ഔട്ട് ഓഫ് കൺട്രോൾ ആവുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നാണ് പലതും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആന്തരിക ലോകത്തെ നിയന്ത്രണത്തിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ആന്തരിക ലോകത്തെ നിയന്ത്രണത്തിലാക്കിയാൽ മാത്രമേ പുറം ലോകത്തു നിന്നും അപ്രതീക്ഷിതമായി ഏത് സാഹചര്യം വന്നാലും എൻ്റെ മനസ്സിന് ശരിയായ രീതിയിൽ ചിന്തിക്കാനും ബുദ്ധിക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയുകയുള്ളൂ. സാഹചര്യം ഏതുമാവാം. ആരെങ്കിലും എന്നെ ചതിക്കാം, ആരെങ്കിലും എന്നോട് മോശമായി പെരുമാറാം, അല്ലെങ്കിൽ എൻ്റെ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കാം, ശരീരത്തിന് അസുഖങ്ങൾ വരാം, അതുമല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ ആരെങ്കിലും ശരീരം ഉപേക്ഷിച്ചു പോകാം. ഇങ്ങനെ അപ്രതീക്ഷിതമായി എന്തും സംഭവിക്കാം. അപ്പോഴെല്ലാം എൻ്റെ മനസ്സും ബുദ്ധിയും ശരിയായ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് ഉറപ്പാണ്. മാത്രമല്ല എൻ്റെ ഒറിജിനലായ സംസ്കാരങ്ങൾ ആ സമയത്ത് ഉപയോഗിക്കാനും എനിക്ക് കഴിയും. ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ ഭാഗ്യം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് പറയും. നമ്മുടെ ഭാഗ്യം എങ്ങനെയുള്ളതായിരിക്കും? ഏത് പരിതസ്ഥിതിയിലും താങ്കളുടെ മനസ്സ് ശരിയായി ചിന്തിക്കുകയും ബുദ്ധി കൃത്യമായി നിർണയങ്ങൾ എടുക്കുകയും നേരത്തെ പറഞ്ഞ 7 സംസ്കാരങ്ങൾ മാത്രം എപ്പോഴും പ്രവൃത്തികളിൽ വരികയും ചെയ്യുന്ന ഒരു ജീവിതം നയിക്കാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? ഈസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട്? പറയൂ. ഇത് സാധ്യമാണോ അല്ലയോ? യാതൊരു ടെൻഷനും എടുക്കേണ്ടി വരില്ല. ഇറ്റ്സ് വെരി ഈസി. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ എന്നാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്, അല്ലേ? പുറമേയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് വളരെ ഈസിയാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കുട്ടികൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്ന് നിങ്ങളിൽ ആർക്കൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ പിന്നെ വളരെ ദൂരെയുള്ള പുറം ലോകത്തേക്ക് പോയി നോക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? എൻ്റെ കുട്ടികൾ അവരെൻ്റെയാണ്. പിറന്നു വീണ നിമിഷം മുതൽ അവർ എൻ്റെ കൂടെ ആണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങനെ മോൾഡ് ചെയ്യുന്നുവോ അവരങ്ങനെയായി തന്നെ മാറണ്ടേ? ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. നമ്മളിൽ കൂടുതൽ പേരും വളർന്നു വന്നത് മാതാപിതാക്കളെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ടാണ്, അല്ലേ? അവരിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, അവർ പറയുന്ന കോഴ്സ് എടുത്ത് പഠിക്കും. നിങ്ങളിൽ എത്ര പേർ ആ കാലത്ത് വളർന്നു വരുന്നവരുണ്ട്?
ദിസ് ഇസ് ദ റീസെൻറ്റ് പാസ്റ്റ്. ഇത് അത്ര പഴയ കാര്യമൊന്നുമല്ല. അതായത് കാര്യങ്ങൾ ഔട്ട് ഓഫ് കൺട്രോളിലാവാൻ തുടങ്ങിയത് ഇപ്പോൾ മാത്രമാണ് എന്നാണ് അർത്ഥം. ഒരുപാട് പഴയ കാര്യമല്ല. പക്ഷേ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് TV ഓഫ് ചെയ്യുകയും ഫോൺ നോക്കാതെ ഇരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ എന്താണ് പറയുക? ഞങ്ങൾ റെഡിയാണ്. പക്ഷെ കുട്ടികൾ സമ്മതിക്കില്ല. എത്ര ചെറിയ കാര്യമാണ്, ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമല്ലേ? എന്നിട്ടും പേരൻസ് ഇങ്ങനെയാണ് പറയാറുള്ളത്. നിങ്ങൾ പറഞ്ഞാൽ അവരത് ഫോളോ ചെയ്യില്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ വീണ്ടും ആ പഴയ സ്ഥിരം മറുപടി തന്നെ പറയും. കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കില്ല. ഇതൊരു ഫിക്സ്ഡ് ഡയലോഗായി മാറിയിട്ടുണ്ട്. ഇത് തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ കുട്ടികൾ തീരെ അനുസരിക്കാതെയാവും. അതുകൊണ്ട് കുട്ടികൾ പറയുന്നത് അനുസരിക്കില്ല എന്നൊരിക്കലും പറയാൻ പാടില്ല. ഇതിനു പകരം എന്താണ് പറയേണ്ടത്? നമ്മുടെ മനസ്സാകുന്ന കുട്ടിയെ നമ്മൾ എത്രയധികം ഡിസിപ്ലിൻ ചെയ്യുന്നുവോ അത്രയധികം നമുക്ക് നമ്മുടെ കുട്ടികളെയും ഡിസിപ്ലിൻ ചെയ്യാനാവും. ഈ മനസ്സ് ഒരു കുട്ടിയാണ്. താങ്കളുടെ കുട്ടിയിലും ഒരു മനസ്സുണ്ട്. ഒരു മനസ്സ് മറ്റൊരു മനസ്സിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. മനസ്സൊരു കുട്ടിയാണ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കുട്ടികളെ നമ്മൾ പറഞ്ഞു പറഞ്ഞു പഠിപ്പിക്കാറില്ലേ? ഇത് ചെയ്യൂ, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ഇരിക്കൂ, അങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ പറയണം, അങ്ങനെ പറയരുത്. വി ഡിസിപ്ലിൻ ദം. സ്വന്തം മനസ്സിനെയും അതുപോലെ തന്നെ അച്ചടക്കം പഠിപ്പിക്കണം. അവർ മൈൻഡ് ഇസ് അവർ ചൈൽഡ്. മനസ്സിനെ സ്വന്തം കുട്ടി എന്ന പോലെ പരിപാലിക്കണം. മനസ്സ് ചഞ്ചലമാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. മനസ്സ് ചഞ്ചലമാണ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? മനസ്സിനെ ഡിസിപ്ലിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ് ഉള്ളത്. പക്ഷേ നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം നമ്മുടെ ആന്തരിക ലോകത്തെ പുറമേയുള്ള ലോകമാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് നമുക്ക് തോന്നാറുള്ളത്. ഇവിടെ ഇരിക്കുമ്പോൾ ആന്തരിക ലോകമാണ് പുറം ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമ്മൾ പറയും. അവരെന്നെ ദേഷ്യം പിടിപ്പിച്ചു എന്ന് നിങ്ങളിൽ ആരൊക്കെയാണ് പറയാറുള്ളത്? ആളുകൾക്ക് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനാവുമെന്ന് നിങ്ങളിൽ ആർക്കൊക്കെ തോന്നാറുണ്ട്? ദേഷ്യം പിടിപ്പിക്കാനാവും അല്ലേ? അവർ കാരണം ഞാൻ വറീഡായി. അവർ എന്നെ അപമാനിച്ചു. അവർ കാരണം ഞാൻ ഇന്ന് വളരെ സന്തോഷം അനുഭവിക്കുന്നു. ആ സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് ശാന്തി ലഭിച്ചു. അവൾ വളരെ ഇറിറ്റേറ്റിംഗ് ആണ്. ഇങ്ങനെയുള്ള ഭാഷകൾ നമ്മൾ പറയുമ്പോൾ അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? എനിക്ക് ദേഷ്യം വരുത്തിയത് അവരാണ്. എന്നെ വറീഡാക്കിയത് അവരാണ്. ഇന്ന് അവർ കാരണം ഞാൻ വളരെ സന്തോഷിക്കുന്നു. ആ സ്ഥലത്ത് പോയപ്പോഴാണ് എനിക്ക് ശാന്തി ലഭിച്ചത്. ഇത്തരം ഭാഷകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏത് ലോകത്തെയാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. പറയും. പുറം ലോകമാണ് നമ്മുടെ ആന്തരിക ലോകത്തെ സൃഷ്ടിക്കുന്നത് എന്നൊരു തെറ്റായ ധാരണയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറം ലോകത്തുണ്ടാകുന്ന എല്ലാ അപ്സ് ആൻഡ് ഡൗൺസും ആന്തരിക ലോകത്തും ഉണ്ടാകുന്നു. ദിവസം മുഴുവനും നമ്മുടെ ഉള്ളിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ജീവിതം ഒരു കളി പോലെയാണ്, അല്ലെങ്കിൽ ലൈഫ് ഇസ് എ റോളർ കോസ്റ്റർ എന്ന് പറയുന്നത്. റോളർ കോസ്റ്റർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കുന്നു എന്ന് കരുതുക. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ സന്തോഷിക്കുന്നത്. എൻ്റെ പുറമേയുള്ള ലോകമാണല്ലോ എൻ്റെ മനസ്സിലുള്ള ലോകത്തെ സൃഷ്ടിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ലേ മനസ്സിലാക്കിയിരിക്കുന്നത്? എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ വന്ന് പതുക്കെ പറയും, ഇത്രയധികം സന്തോഷിക്കരുത്. വളരെയധികം സന്തോഷിച്ചാൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ സാധാരണയായി പറയാറുള്ളത്? അമിതമായി സന്തോഷിച്ചാൽ വലിയ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയും അല്ലേ? അപ്പോൾ ഏത് ലോകം
മറ്റേതു ലോകത്തെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഔട്ടർ വേൾഡ് ഇന്നർ വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നു, അല്ലേ? സിറ്റുവേഷൻസ് നല്ലതാണെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു. സിറ്റുവേഷൻസ് നല്ലതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സന്തോഷമായിരിക്കാനാവുക, അല്ലേ? ഹാപ്പിനെസ് ഇസ് മൈ സംസ്കാർ, പീസ് ഇസ് മൈ സംസ്കാർ. സന്തോഷം, സമാധാനം, സുഖം, ശക്തികൾ എന്നിവയൊക്കെ എൻ്റെ സംസ്കാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സംസ്കാരങ്ങൾ സാഹചര്യങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നവയല്ല. എൻ്റെ കർമ്മേന്ദ്രിയങ്ങൾ ആളുകളിലും സാഹചര്യങ്ങളിലും പ്രഭാവിതമാകുമ്പോൾ അപ്പോൾ മാത്രമേ ഞാൻ അവയെ ആശ്രയിക്കുന്നുള്ളൂ. അവരെനിക്ക് ഓഫർ ചെയ്തു, അതുകൊണ്ട് ഞാനത് കഴിച്ചു. ഡിപ്പെൻഡൻ്റ് ഓൺ അതർ പീപ്പിൾ. അതുകൊണ്ടാണ് നമ്മുടെ സെൻസ് ഓർഗൻസിൽ ചേഞ്ച് വരുത്തിയാൽ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഈസി ആകും എന്ന് പറയുന്നത്. അവർ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അത് കേട്ടിരുന്നു. അവർ എന്നെ വിളിച്ചു, എനിക്ക് പോകണമെന്നുണ്ടായിരുന്നില്ല, എന്നിട്ടും ഞാൻ അവരുടെ കൂടെ പോയി. വിൽ പവർ പടിപടിയായാണ് വർദ്ധിക്കുക. പിന്നെ പരിതസ്ഥിതികൾ എത്ര തന്നെ പ്രയാസകരമാണെങ്കിലും എത്ര കഠിനമാണെങ്കിലും താങ്കളുടെ മനസ്സ് ശാന്തവും സ്ഥിരതയും ഉള്ളതായി നിലനിൽക്കും. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരിസ്ഥിതി ഏതാണ്? ഏറ്റവും കഠിനമായ സാഹചര്യം, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഏതാണ്? നമ്മൾ ഏറ്റവും ദുർബലമായിരിക്കുന്ന സമയമാണ് നമ്മുടെ ജീവിതത്തിലെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നമ്മൾ ഏറ്റവും അധികം വീക്കാവുന്നത് എപ്പോഴാണ്? വി നീഡ് ടു ചെക്ക്. പരിതസ്ഥിതികൾ എത്ര തന്നെ പ്രയാസമേറിയതാണെങ്കിലും നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ പിന്നെ നമ്മൾ അതിനെ മറികടക്കുന്നത് എങ്ങനെയായിരിക്കും? ആൻസർ മീ. അൺസർട്ടൈനിറ്റി ഈസ് ഔട്ട്സൈഡ്. അനിശ്ചിതത്വം പുറമെയാണ് ഉള്ളത്. നമ്മുടെ ആന്തരിക ലോകം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? ആന്തരികമായി ദൃഢതയാണ് ഉണ്ടാവേണ്ടത്. ഇന്നു മുതൽ മനസ്സിൽ ഇത്രയും നിശ്ചയമുണ്ടാവണം. എന്തു തന്നെ വന്നാലും ഞാൻ ശാന്തമായിരിക്കും. ഇത് മനസ്സിൽ ഉറപ്പിക്കണം. ഇങ്ങനെ ഒരു പേഴ്സണൽ ഗ്യാരണ്ടി എടുക്കാൻ നിങ്ങൾ റെഡിയാണോ? ഷോപ്പിൽ ചെന്ന് ഒരു സാധനം വാങ്ങുമ്പോൾ ഗ്യാരണ്ടി പീരിയഡ് എത്രയാണ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. എത്ര കാലത്തെ ഗ്യാരണ്ടി ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു വയ്ക്കും, അല്ലേ? അൺബ്രേക്കബിൾ ക്രോക്കറി വാങ്ങാൻ പോയാൽ അതെടുത്ത് താഴെയിട്ട് പൊട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാറുമുണ്ട്, അല്ലേ? അതിനെ ഒന്നിങ്ങനെ താഴെ എറിഞ്ഞാൽ പൊട്ടുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഇറ്റ്സ് അബൌട്ട് ഗ്യാരണ്ടി. അവനവന് വേണ്ടി ഇങ്ങനെ ഒരു ഗ്യാരണ്ടി കൊടുക്കാനാവുമോ? എന്ത് കാര്യം വേണമെങ്കിലും സംഭവിച്ചോട്ടെ, ഞാൻ സ്നേഹത്തോടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നൊരു ഗ്യാരണ്ടി സ്വയം ഏറ്റെടുത്തുകൂടെ? ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങിയാൽ മതി. ആര് എങ്ങനെ തന്നെ സംസാരിക്കുകയാണെങ്കിലും താങ്കൾ സ്നേഹത്തോടെയും ആദരവോടെയും മാത്രമേ മറുപടി പറയുകയുള്ളൂ. ഈസി അല്ലേ? വലിയ സിറ്റുവേഷൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. ഒരു ചാലഞ്ചും വന്നിട്ടില്ല. മറുഭാഗത്തെയുള്ളയാൾ നന്നായി പെരുമാറുന്നില്ല, ശരിയായി സംസാരിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഇതൊക്കെ ശരിയായി ചെയ്യാനാവുമോ? മറുഭാഗത്തെയുള്ളയാൾ ഉച്ചത്തിൽ ഉറക്കെ സംസാരിക്കുകയാണ്. അപ്പോഴും നമുക്ക് മധുരമായി സംസാരിക്കാനാവുമോ? അവരുടെ പെരുമാറ്റങ്ങൾക്ക് എൻ്റെ പെരുമാറ്റ രീതികളെ കൺട്രോൾ ചെയ്യാനാവുമോ? അവരുടെ പെരുമാറ്റങ്ങൾക്ക് എൻ്റെ പെരുമാറ്റ രീതികളെ കൺട്രോൾ ചെയ്യാനാവുമോ? ഇല്ല, പറ്റില്ല. പിന്നെ എന്തിനാണ് അവർ അങ്ങനെ പറഞ്ഞത് കാരണമാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് നമ്മൾ പറയുന്നത്? രണ്ട് ലോകങ്ങളിൽ ഏതിനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ദിവസം മുഴുവനും ഇത് ചെക്ക് ചെയ്യണം. ഏതിനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് നോക്കണം. ഇനി വിഷ്വലൈസ് ചെയ്യൂ. മുന്നിലുള്ള വ്യക്തി വളരെ വളരെ മോശമായാണ് സംസാരിക്കുന്നത്, ഉറക്കെയാണ് സംസാരിക്കുന്നത്, വളരെ മോശമായ ഭാഷയും ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ആരുടെ സംസ്കാരങ്ങളാണ്? അത് അവരുടെ സംസ്കാരങ്ങളാണ്.
താൻ രാജാവാണ് എന്ന് രാജാവ് തന്നെ മറന്നുപോയിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. എന്നിട്ട് രാജാവ് അടിമയെപ്പോലെ ജീവിക്കുകയാണ്. പറയൂ, ഞാൻ ആരാണ്? ഞാൻ രാജാവാണ്, റൂളറാണ്. നമുക്ക് മുന്നിലുള്ള രാജാവ് അടിമയായി മാറി എന്ന് വെച്ച് നമ്മളും അതുപോലെയായി മാറണമെന്നുണ്ടോ? അവർ സ്വന്തം കർമ്മേന്ദ്രിയങ്ങളുടെ അടിമയായി മാറിയിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ആരുടെ അടിമയായാണ് മാറിയത്? അവർ സ്വന്തം കർമ്മേന്ദ്രിയങ്ങളുടെയും സ്വന്തം സംസ്കാരങ്ങളുടെയും അടിമയായി. നമ്മൾ ആരുടെ അടിമയായി മാറി എന്നുകൂടി പറയും. ഉറക്കെ പറയൂ. പറയുന്നത് സ്വയം കേൾക്കൂ. നമ്മൾ അവരുടെ ദുർബലതകളുടെയും അവരുടെ വീക്ക്നെസ്സിൻ്റെയും അടിമകളായാണ് മാറുന്നത്. അടുത്ത തവണ ആരുടെയെങ്കിലും പെരുമാറ്റം കണ്ട് നമ്മളും അതേ തെറ്റ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് പോസ് ചെയ്ത് സ്വയം പറയണം, ഞാൻ ഇവരുടെ അടിമയായി മാറിയിരിക്കുന്നു. ഇവർ വന്നു, എന്നിട്ട് എന്നെ എൻ്റെ ഒറിജിനലായ സംസ്കാരങ്ങളിൽ നിന്നും അകറ്റി. അങ്ങനെ ഞാൻ ഇവരുടെ അടിമയായി മാറി. അതിനാൽ ഇന്നു മുതൽ സിമ്പിളായ ഒരു വ്രതം എടുക്കാൻ ആരംഭിച്ചാലോ? ആര് എങ്ങനെ തന്നെ പെരുമാറിയാലും നമ്മൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മാത്രമേ തിരിച്ച് പ്രതികരിക്കുകയുള്ളൂ. ഈസിയല്ലേ? റെഡിയല്ലേ? ഇത് വളരെ ഈസിയായ കാര്യമാണ്. ദിസ് ഈസ് എക്സ്ട്രീംലി ഈസി. അവർ അവരുടെ രീതിയിൽ നിൽക്കും, നമ്മൾ നമ്മുടെ രീതിയിലും ഉറച്ചു നിൽക്കും. റെഡിയല്ലേ? പറയൂ. നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെന്ന് കരുതുക. എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള വിഭവമല്ലേ എടുക്കുക. നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്ക് വേറൊരു ഡിഷായിരിക്കും ഇഷ്ടം, താങ്കൾക്ക് മറ്റൊന്നായിരിക്കും ഇഷ്ടം. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കും, താങ്കൾക്ക് ഇഷ്ടമുള്ളത് എടുക്കും, അല്ലേ? ഇറ്റ് ഈസ് സോ സിമ്പിൾ. നമുക്ക് സ്വന്തം ചോയ്സിലുള്ള ഭക്ഷണം കഴിക്കാമെങ്കിൽ പിന്നെ സ്വന്തം ഇഷ്ടമനുസരിച്ച് പെരുമാറാനും കഴിയില്ലേ? അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ മറ്റുള്ളവരുടെ അടിമകളാകുന്നത് നിർത്താം. കാരണം അതിലൂടെ ആരുടെ ശക്തികളാണ് ഇല്ലാതാകുന്നത്? നമ്മുടെ ശക്തികളാണ് അതിലൂടെയൊക്കെ ചോർന്നു പോകുന്നത്. പ്ലീസ് റിമെമ്പർ, പുറം ലോകം അനിശ്ചിതത്വം നിറഞ്ഞതാണ്. മാത്രമല്ല ഭാവിയിൽ ഈ അനിശ്ചിതത്വം വർദ്ധിക്കുകയുള്ളൂ. പുറം ലോകത്ത് അപ്രതീക്ഷിത സംഭവങ്ങൾ തുടരുന്നതിനൊപ്പം നമ്മുടെ ഉള്ളിലും അസ്ഥിരത വർദ്ധിച്ചാൽ പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഷ്ടമായിരിക്കും. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ജീവിതം നമുക്ക് നയിക്കേണ്ടി വരും. നമുക്ക് അവനവനെ തന്നെ ഇഷ്ടമല്ലാതെയാവും. കാരണം പുറമേയും ഒന്നും ശരിയല്ല, ഉള്ളിലും ഒന്നും ശരിയല്ല. അങ്ങനെ അധികം കാലം ജീവിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ജീവിക്കാൻ തോന്നുന്നില്ല എന്ന് പലരും പറയുന്നത്. കാരണം പുറമേ ഒന്നും ഓക്കെയല്ല, അപ്പോൾ മനസ്സും ഓക്കെയല്ല. എൻ്റെ ആന്തരിക ലോകം എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചായി മാറുകയാണെങ്കിൽ പിന്നെ എൻ്റെ പരിതസ്ഥിതികളും ഭാഗ്യവും മാറാനുള്ള സാധ്യതയുണ്ടോ? പറയൂ. സിറ്റുവേഷൻസ് ഇനിയും മാറുമോ? എൻ്റെ ഭാഗ്യം എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? ഹൗ ഇസ് മൈ ഡെസ്റ്റിനി ക്രിയേറ്റഡ്? എൻ്റെ കർമ്മങ്ങളിലൂടെയാണ് എൻ്റെ ഭാഗ്യം നിർമ്മിക്കപ്പെടുന്നത്. അതായത് എൻ്റെ ആന്തരിക ലോകത്തെ അടിസ്ഥാനമാക്കിയാണ് എൻ്റെ ബാഹ്യലോകം ഉണ്ടാകുന്നത്. ഈ ലോകം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എല്ലാ ഇക്വേഷൻസും ഒന്ന് ചെക്ക് ചെയ്ത് ഓർത്തു വയ്ക്കണം. നമ്മുടെ സംസ്കാരങ്ങളിൽ നിന്നുമാണ് നമ്മുടെ ലോകം ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്ക് ചുറ്റുമുള്ള ലോകം നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങളെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഇത് നിയമവുമല്ല. നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്നുമാണ് നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം നിർമ്മിക്കപ്പെടുന്നത്. ഇതാണ് നിയമം. നമ്മുടെ കർമ്മങ്ങളിൽ കൂടിയാണ് നമ്മുടെ ഭാഗ്യം ഉണ്ടാവുന്നത്. അല്ലാതെ ഭാഗ്യം കർമ്മങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്.
സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് നിയമമേ അല്ല. ഡെസ്റ്റിനി ഡസ് നോട്ട് ക്രിയേറ്റ് കർമ്മ. കർമ്മ ക്രിയേറ്റ്സ് ഡെസ്റ്റിനി. കർമ്മത്തിൽ നിന്നുമാണ് ഭാഗ്യമുണ്ടാവുന്നത്. നമ്മുടെ സങ്കല്പങ്ങളിൽ നിന്നുമാണ് നമ്മുടെ ലോകം ഉണ്ടാവുന്നത്. അല്ലാതെ ഈ ലോകം നമ്മുടെ സങ്കല്പങ്ങളെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഏത് ലോകത്തെയാണ് നമ്മൾ സ്വന്തം കൺട്രോളിലാക്കി വെക്കേണ്ടത്? ഇന്നർ വേൾഡ്. അപ്പോൾ പിന്നെ പുറമേ കാണുന്ന ഈ ലോകം താനെ മനോഹരമായി മാറാൻ തുടങ്ങും. ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ തന്നെ ആന്തരിക ലോകം നമ്മുടെ കൺട്രോളിലായി മാറും. അതിനുവേണ്ടി എനിക്ക് അതിനെ എൻ്റെ പ്രയോറിറ്റിയാക്കി മാറ്റണം. എന്നാൽ മാത്രമേ ഞാൻ എൻ്റെ ആന്തരിക ലോകത്തെ രാജാവായി മാറാൻ കഴിയുകയുള്ളൂ. റെഡിയാണോ? ഇന്ന് ലോകത്ത് ഒരു പദവിയോ ഒരു ജോലിയോ നേടാനായി നന്നായി പ്രയത്നിക്കാൻ നമ്മൾ റെഡിയാകുന്നുണ്ട്. സ്വന്തം കർമ്മേന്ദ്രിയങ്ങളുടെയും മനസ്സ്, ബുദ്ധി, സംസ്കാരങ്ങളുടെയും രാജാവായി മാറാൻ വേണ്ടി പ്രയത്നിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഈ രാജ്യത്തിൻ്റെ രാജാവാകാനുള്ള ഓഫർ താങ്കൾക്ക് ലഭിച്ചാൽ താങ്കൾ അതിനു വേണ്ടി പ്രയത്നിക്കില്ലേ? വിൽ യു പുട്ട് യുവർ എഫേർട്ട്? ഈ ടൗണിൻ്റെ അല്ലെങ്കിൽ സ്വന്തം താമസ സ്ഥലത്തെ അസോസിയേഷൻ പ്രസിഡൻ്റ് ആവാൻ പോലും നമ്മൾ ശരിക്കും എഫേർട്ട് എടുക്കാറുണ്ട് അല്ലേ? റോൾസ്, പൊസിഷൻസ്, പവർ ഇവയൊന്നും യഥാർത്ഥത്തിൽ ശക്തികളെയല്ല. എന്താണ് ശരിക്കുമുള്ള പവർ? മനസ്സിൻ്റെ ശക്തിയാണ് ശരിക്കുമുള്ള പവർ. ഇനി പറയൂ, രാജാവാകാൻ, റൂളർ ആവാൻ നിങ്ങൾ റെഡിയാണോ? പിന്നീട് പരാതി പറയരുത്. ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് വളരെ പ്രയാസമുള്ളതാണ്, ഇങ്ങനെയുള്ള കംപ്ലയിൻസ് പറയാൻ പാടില്ല. വി വിൽ ബിക്കം റൂളേഴ്സ്. ഒരു തവണ നമ്മൾ റൂളേഴ്സായി മാറിയാൽ പിന്നെ നമ്മുടെ സംസ്കാരങ്ങളിലൂടെ നമ്മുടെ ലോകം മാറാൻ തുടങ്ങും. നമ്മുടെ സങ്കല്പങ്ങളിൽ നിന്നും നമ്മുടെ ചിന്തകളിൽ നിന്നും നമ്മുടെ ലോകമുണ്ടാവും. പിന്നെ നമ്മുടെ ശ്രേഷ്ഠ കർമ്മങ്ങളിലൂടെ നമ്മുടെ ഭാഗ്യവും ചേഞ്ച് ആവാൻ തുടങ്ങും. നമ്മുടെ ഭാഗ്യം മാത്രമല്ല, മുഴുവൻ കുടുംബത്തിൻ്റെയും ഭാഗ്യം ചേഞ്ച് ആവും.